വേർ ഇസ് ഗാഡ്? എവിടെയാണ് ദൈവം? അതിൻ്റെ ഉത്തരമാണ് ശരിക്കും ഈ ഭാഗം. മാനുഷികമായി അസാധ്യമെന്ന്, ഹ്യൂമൻലി ഇംപോസിബിൾ എന്ന് കരുതുന്ന ഒന്ന് ദൈവം വാഗ്ദാനമായിട്ട് നൽകുകയാണ്. അബ്രാഹാം ആർക്കു വേണ്ടി കാത്തിരുന്നു? ഇസഹാക്കിന് വേണ്ടി കാത്തിരുന്നു. ഇസ്രായേൽ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു? മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് സഭ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു? മിശിഹായുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. ലിറ്റനി ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കാം. വിശ്വാസത്തിന് ലുത്തീനിയ ആലപിക്കുകയാണ് അവിടെ ഹെബ്രായ ലേഖകൻ. വി സ്റ്റാൻഡ് ബിറ്റ്വീൻ ടു കമ്മിങ്സ് ഓഫ് മെസയ. വൺ ഈസ് ഹിസ് ബർത്ത് ഓൺ എർത്ത്, സെക്കൻഡ് വൺ ഈസ് ഹിസ് സെക്കൻഡ് കമ്മിങ്, അവൻ്റെ രണ്ടാം വരവിന്. കുറേ കാലത്തിൻ്റെ മൗനത്തിന് ശേഷം സ്വർഗം ചരിത്രത്തിലേക്ക് ഇടപെട്ട് തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ഭൂമിയെ തേടിയെത്തുകയാണ്. എത്ര കാലം സ്വർഗത്തിന് നമ്മുടെ അർത്ഥനകളുടെ നേരെ മൗനം പാലിക്കാൻ കഴിയും? ആ മൗനത്തെ ഭേദിച്ച് കർത്താവ് സംസാരിക്കുന്ന ക്രിസ്മസിൻ്റെ അനുഭവം, ക്രിസ്മസിൻ്റെ ആരംഭം കുറിക്കുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 30 ഞായർ, മംഗളവാർത്താ കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായർ. പുതിയ ആരാധനാ വത്സരം, ആരാധനാ വർഷം ആരംഭിക്കുകയാണ്. കാത്തിരിപ്പിൻ്റെ ഈ കാലത്തിലേക്ക്, ക്രിസ്മസിൻ്റെ ഒരുക്ക കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഈ കാലത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ആരാധനാ വത്സര കാലത്തെക്കുറിച്ച്, എന്താണ് ഈ ലിറ്റർജിക്കൽ ഇയർ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ അധികം താമസമില്ലാതെ നമ്മുടെ ഫീഡ് മൈ ഷീപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ തന്നെ. ഒപ്പം ക്രിസ്മസിനൊരുക്കമായിട്ട് ഒരു പ്രോഗ്രാം ഫീഡ് മൈ ഷീപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ, എന്താണ്, എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് അനൗൺസ്മെൻറ്റ് വീഡിയോ, അതും നിങ്ങളിലേക്ക് ഉടനെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ബ്ലസ് 364ൻ്റെ ഈ സൺഡേ ഹോമിലി എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇന്നത്തെ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ. ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെ, 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. രണ്ടാമത്തെ വായന മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 5-ാം വാക്യം വരെ. മൂന്നാം വായന ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കാത്തിരിപ്പിൻ്റെ ഒരു ആത്മീയതയാണ് ഇന്നത്തെ വായനകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. എ സ്പിരിച്വാലിറ്റി ഓഫ് വെയിറ്റിംഗ്. ഈ 4 വായനകളെ കണക്ട് ചെയ്യാനുള്ള ഒരു ത്രെഡ്, ഒന്നാമത്തെ വായന വാഗ്ദാനമാണ്. ഒന്നാമത്തെ വായനയിൽ അബ്രാഹത്തിന് സാറായിക്ക് നൽകുന്ന വാഗ്ദാനം. രണ്ടാമത്തെ വായനയിൽ മലാക്കിയിൽ നമ്മൾ കാണുന്നത് ഈ വാഗ്ദാനത്തെ സ്വീകരിക്കാൻ നമ്മൾ കടന്നു പോകേണ്ട ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ വായനയിൽ പ്രത്യാശ, വിശ്വാസവും പ്രത്യാശയുമാണ്, ഹെബ്രായ ലേഖനം. സുവിശേഷം എത്തുമ്പോൾ വാഗ്ദാന പൂർത്തീകരണത്തിന് ആരംഭം കുറിക്കുകയാണ്. അപ്പോൾ നോർത്ത് നോക്കിയേ, വാഗ്ദാനം, വിശുദ്ധീകരണം, പ്രത്യാശയുടെ കാത്തിരിപ്പിൻ്റെ കാലം. നാലാമത്തെ വായനയിൽ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ ഉഷസ് വിരിയുകയാണ്, പ്രഭാതം വിരിയുകയാണ്. നോമ്പിൻ്റെ കാലമാണ്. നോമ്പിനെക്കുറിച്ച് ക്രിസ്മസ് ഒരുക്ക നോമ്പ് എന്ത്, എങ്ങനെ, ഏതൊക്കെ നോമ്പ്, എങ്ങനെയൊക്കെ, അതിനെക്കുറിച്ചൊരു ആൽബിൻ്റെ ആസ്ക് ലേൺ ബിലീഫ് എന്ന നമ്മുടെ മറ്റൊരു സീരീസ് ഉണ്ടല്ലോ ഈ ചാനലിൽ, അതിൻ്റെ ഒരു എപ്പിസോഡ് ഉടനെ വരുന്നുണ്ട്. അതും നിങ്ങളിലേക്ക് ഉടനെ തന്നെ അധികം താമസമില്ലാതെ എത്തും. അത് കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് കൂടി ഇതിനിടയ്ക്ക് പെട്ടെന്നൊന്ന് ഓർത്തപ്പോൾ അതും കൂടെ പറഞ്ഞതാണ്. നമുക്ക് വായനകളിലൂടെ യാത്ര ചെയ്യാം. ഒന്നാമത്തെ വായന, ബൈബിൾ എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. അവിടെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് തന്നെ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് എൽ ഷദ്ദായ്, എൽ ഷദ്ദായ്, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൽ ഷദ്ദായ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. 3 കാര്യങ്ങളാണ്, 3 കീ ആക്ഷൻസ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. ഒന്നാമത്തത് നെയ്മിങ്. അബ്രാഹത്തിൻ്റെയും സാറായുടെയും പേര് കർത്താവ് റീനെയിം ചെയ്ത് നൽകുകയാണ്. അബ്രാം എന്ന് വിളിക്കപ്പെട്ടവനെ ഇനി മുതൽ അബ്രാഹം എന്നാണ് നിൻ്റെ പേര് എന്ന് പറയുന്നു. സാറായി എന്ന് വിളിക്കപ്പെട്ടവൾ ഇനി സാറ ആണെന്ന് പറയുന്നു. അപ്പോൾ നെയ്മിങ് നടക്കുന്നുണ്ട്. നെയ്മിങ്ങിൻ്റെ
റെലവൻസ് എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ വായനയാണ് കുറച്ച് കാര്യമായിട്ടൊന്ന് ധ്യാനിച്ച് ഒരുങ്ങുന്നത്. രണ്ടാമത് ഈ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രോമിസാണ്, വാഗ്ദാനം. അതായത് മാനുഷികമായി അസാധ്യമെന്ന്, ഹ്യൂമൻലി ഇംപോസിബിൾ എന്ന് കരുതുന്ന ഒന്ന് ദൈവം വാഗ്ദാനമായിട്ട് നൽകുകയാണ്. മൂന്നാമത്തത് ഉടമ്പടി പുതുക്കുകയാണ്, കവനൻ്റ്. അവനുമായും അവൻ്റെ സന്തതികളുമായും നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. 19-ാമത്തെ വാക്യം എത്തുമ്പോൾ വീണ്ടും ഒരു കവനൻറ്റിൻ്റെ റിന്യൂവൽ നടക്കുന്നുണ്ട്. നമുക്കിതിൽ പ്രത്യേകം ഈ വാഗ്ദാനം എന്നുള്ളതാണ് നമ്മുടെ കീ കൺസെപ്റ്റ്. ദൈവം വാഗ്ദാനം കൊടുക്കുന്നു. ആ വാഗ്ദാനം കൊടുക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ പേര് മാറ്റിയില്ലേ, ആ പേര് മാറ്റുന്നതിനെക്കുറിച്ചൊന്നറിയാം. അബ്രാഹമായി, അബ്രാമിനെ കുറിച്ച് പറയുന്നത് എക്സോൾട്ടഡ് ഫാദർ എന്നാണ് അതിൻ്റെ അർത്ഥം, എക്സോൾട്ടഡ് ഫാദർ. പക്ഷെ അബ്രാഹം ആകുമ്പോൾ ഫാദർ ഓഫ് മൾട്ടിറ്റ്യൂഡ്, ജനതകളുടെ പിതാവായി അബ്രാഹം മാറും. സാറായി എന്നതിന് മൈ പ്രിൻസസ് എന്നാണ്. അതേസമയം സാറ ആകുമ്പോൾ അവൾ മദർ ഓഫ് നേഷൻസ് ആകും. ഇതിന് സമാനമായത് നമ്മൾ വചനത്തിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. 17-ാം അധ്യായം, ഉൽപ്പത്തി 17-ാം അധ്യായം 5-ാം വാക്യം, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും, ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. സാറായിയോട് പറഞ്ഞു, ഭാര്യ സാറായി, ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. എന്നിട്ട് 16-ാം വാക്യത്തിൻ്റെ അവസാനം, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകൾ രാജാക്കന്മാർ ഉത്ഭവിക്കും. അതായത് ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ നാഥനായവനെ, അപ്പനായിരുന്നവനെ ജനതകളുടെ പിതാവാക്കുന്നു. ഒരു കുടുംബത്തിൽ മൈ പ്രിൻസസ് എന്ന പേരിൽ അങ്ങനെ നിന്നവളെ ജനതകളുടെ മാതാവാക്കുന്നു, വിശാലമാക്കുകയാണ്, പേരിട്ട് ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്, ഒരു പുതിയ മിഷൻ അവരെ ഭരമേൽപ്പിക്കുകയാണ്. സെയിൻറ്റ് അഗസ്തിനോസ് പിതാവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എൻലാർജ് ചെയ്യപ്പെടുകയാണ്, അവരുടെ പേര് എൻലാർജ്, വിശാലമാവുകയാണ്. അപ്പോൾ ദൈവകൃപയെ സ്വീകരിക്കുന്നവർക്ക്, സ്വീകരിക്കുന്ന ദേശങ്ങൾ, സ്വീകരിക്കുന്ന വ്യക്തികൾ എപ്രകാരം എൻലാർജ്ഡ് ആകും എന്നത്, വിന്യസിക്കപ്പെടും എന്നതിൻ്റെ തെളിവാണ് ഇതെന്നാണ് പറയുന്നത്. സെയിൻറ്റ് ജെറോം പറയുന്നത് ഷോസ് അൺലിമിറ്റഡ് ബ്ലെസ്സിങ്സ്, പരിധിയില്ലാത്ത അനുഗ്രഹത്തെ കാണിക്കുകയാണ്. അതായത് നോട്ട് ജസ്റ്റ് ഫോർ വൺ ഹൗസ് ഹോൾഡ്, ഒരു വീടിന് വേണ്ടിയിട്ടല്ല, ജനതകൾക്ക് വേണ്ടി അനുഗ്രഹമായി അബ്രാഹത്തിനെയും സാറായെയും ദൈവം മാറ്റുന്നതാണ്. ഒറിജൻ, സഭാപിതാവായ ഒറിജൻ ഈ പേരിടലിനെ കുറിച്ച് പറയുന്നത് എ ന്യൂ നെയിം സിഗ്നിഫൈസ് എ ന്യൂ ഗ്രേസ്, ഒരു പുതിയ പേര്, ഒരു പുതിയ കൃപയെ. ദൈവം നിന്നെ പേര് വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പുതിയ കൃപ നിന്നിലേക്ക് നൽകുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റോം ഇതിനെക്കുറിച്ച് പറയുന്നത് നെയിംസ് പ്രൊക്ലെയിം ഇൻ അഡ്വാൻസ് വാട്ട് ഗോഡ് ഈസ് അബൌട്ട് ടു അക്കംപ്ലിഷ്. നിനക്കിടുന്ന പേര്, നിനക്ക് ദൈവം നൽകുന്ന പേര് എന്താണ് ദൈവം നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിൻ്റെ തെളിവാണ് എന്നത്. അബ്രാഹം, നീ ജനതകളുടെ പിതാവാണ്. ഇന്ന് നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രാഹം എന്ന് ഇട്ട പേര് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ സൂചനയായിട്ടാണ് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്. ഇങ്ങനെ പേര് മാറ്റുന്നത് ബൈബിളിൽ പലയിടത്ത് കാണാം. ജേക്കബിനെ പേര് മാറ്റിയില്ലേ, യാക്കോബിനെ വിളിച്ചു ഇനി മുതൽ ഇസ്രായേൽ. ഇവിടെ ശിമയോനെ വിളിച്ചിട്ട് പറയുന്നു ഇനി നീ പത്രോസാണ്, പീറ്ററാണ്, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. നമുക്ക് ഈ പേരിടിയിൽ ഇങ്ങനൊരു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. എപ്പോഴാണത്? ബാപ്റ്റിസം, നമ്മുടെ മാമോദീസായിൽ ഒരു പുതിയ ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുകയാണ്. മാമോദീസായിൽ ആ പേരിടിയിലിനെ നമ്മൾ എത്ര ആഘോഷമാക്കണമെന്നറിയാമോ? അതായത് ഓൾറെഡി നമ്മൾ കൊച്ചിനെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ മാമോദീസായിൽ ഒരു പുതിയ പേര്, ഒരു പുതിയ മിഷൻ, ഒരു പുതിയ ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്. യു ആർ നൗ പാർട്ട് ഓഫ് എ ന്യൂ ഫാമിലി. ഒരു പുതിയ കുടുംബത്തിലേക്ക് നീ അംഗമായി ചേരുകയാണ്. ഒരു പുതിയ സ്വഭാവം, എ ന്യൂ നേച്ചർ നിനക്ക് ലഭിക്കുകയാണ്. ഒരു ന്യൂ ഡെസ്റ്റിനി, ഒരു പുതിയ ലക്ഷ്യം നിനക്കുണ്ടാവുകയാണ്. സ്വർഗം, ഒരു പുതിയ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. നീ ദൈവത്തിൻ്റെ മകനായി, മകളായി മാറുകയാണ്. ദൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാവുവാൻ നീ വിളിക്കപ്പെടുകയാണ്. നോക്കി ആ പേരിടലിൻ്റെ റെലവൻസ് നോക്കി. അതുകൊണ്ട് മാമോദീസായിലെ പേരിടലൊക്കെ ഉണ്ടല്ലോ, അത് ആഘോഷമാക്കണം.
ഒരു പുതിയ ഐഡൻറ്റിറ്റി, ഒരു പുതിയ മിഷൻ ദൈവം. അതിനെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് തന്നെ പറയുന്നുണ്ട്. CCC 2156 അതിനെക്കുറിച്ച് പറയുന്നത്, ദ നെയിം റിസീവ്ഡ് അറ്റ് ബാപ്റ്റിസം is a sign of the person's identity and mission in Christ. കർത്താവിനോട് ചേർന്നുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റി, ഒരാളുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരാളുടെ ഒരു യുണീക്നെസ്, അതും അയാളുടെ ശുശ്രൂഷയെയും സൂചിപ്പിക്കുന്നുണ്ട്, ദൗത്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അയാളുടെ പേര്. അതുകൊണ്ട് ഈ മാമോദീസ പേര് എന്നത് വളരെ റെലവൻസ് ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്. ഒന്നാം വായനയെക്കുറിച്ച് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം നമുക്ക് ഇത്രയും വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രാഹാം ആർക്കു വേണ്ടി കാത്തിരുന്നു? ഇസഹാക്കിന് വേണ്ടി കാത്തിരുന്നു. ഇസ്രായേൽ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു? മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് സഭ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു? മിശിഹായുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ വായനയിൽ തന്നെ ഈ കാത്തിരിപ്പിൻ്റെ ആത്മീയത ആരംഭിക്കുകയാണ്. കാത്തിരിപ്പ് ആരംഭിച്ചു തുടങ്ങുകയാണ്. അബ്രാഹത്തെക്കുറിച്ച് പറയുന്നത്, ഹി ബിലീവ്സ്, ഹി വെയിറ്റ്സ് ആൻഡ് ഹി ഹോപ്സ് അഗൈൻസ്റ്റ് ദ ഹോപ്സ്. അദ്ദേഹം വിശ്വസിച്ചു, അബ്രാഹാം വിശ്വസിച്ചു, അദ്ദേഹം കാത്തിരുന്നു. സാധ്യതകളുടെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ വളരുന്നു. ഹി ഹോപ്സ് അഗൈൻസ്റ്റ് ദ ഹോപ്സ്. സാധാരണ പ്രത്യാശിക്കുന്നതിന്, വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളതിനെ അബ്രാഹാം പ്രത്യാശിക്കുകയാണ്. ഹി ബിലീവ്സ്, ഹി വെയിറ്റ്സ് ആൻഡ് ഹി ഹോപ്സ് അഗൈൻസ്റ്റ് ദ ഹോപ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ വായനയിലേക്ക് വരാം. മലാക്കി പുസ്തകം എടുക്കാം. മലാക്കി പുസ്തകം 2-ാം അധ്യായം 17 മുതൽ 3-ാം അധ്യായം 5-ാം വാക്യം വരെ. മലാക്കി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ 3-ാം അധ്യായം 5-ാം വാക്യം വരെ. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത്, ഈ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്ത് കാണുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ജനത്തെയാണ്. അതിൻ്റെ അവസാനം നോക്കിക്കേ, ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു. വേർ ഇസ് ഗാഡ്? എവിടെയാണ് ദൈവം? അതിൻ്റെ ഉത്തരമാണ് ശരിക്കും ഈ ഭാഗം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള വാഗ്ദാനം കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്ത് സ്നാപക യോഹന്നാനെക്കുറിച്ചുള്ള വാഗ്ദാനമുണ്ട്, അതിനോട് ചേർന്ന് നടക്കേണ്ട ഒരു വിശുദ്ധീകരണമുണ്ട്. അത് തന്നെയല്ലേ സ്നാപക യോഹന്നാനും വന്നിട്ട് ചെയ്തത്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ മെസയ ഈസ് നിയർ, സോ റിപ്പന്റ്. ഇവിടെ അതാ പറയുന്നത്. ദൈവം എവിടെ? അപ്പോൾ ദൈവം എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആദ്യം സ്നാപക യോഹന്നാനെക്കുറിച്ച്, എനിക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ വഴിയൊരുക്കാൻ ദൂതനെ അയക്കുന്നു. അടുത്തത്, അപ്പോൾ ആ വരുന്ന ആ ഒരുക്കത്തിൻ്റെ കാലത്ത് നടക്കേണ്ടത് വിശുദ്ധീകരണമാണ്. അതാണ് 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നോക്കിക്കേ, ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ഉലയിലെ അഗ്നി എങ്ങനെയാണ് ഇതിനെ ശുദ്ധി വരുത്തുന്നത്? അങ്ങനെ കർത്താവ് നിന്നെ ഒരുക്കിയെടുക്കും. പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിൻ്റെ കാലം. അലക്കുകാരൻ്റെ കാരം പോലെ, അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെ നിന്നെ കഴുകി വെടിപ്പാക്കി കർത്താവ് എടുക്കും. പ്യൂരിഫിക്കേഷൻ്റെ കാരണമാണ്. 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. പ്യൂരിഫിക്കേഷൻ, ഇതാണ് നമ്മൾ പറഞ്ഞത്. 1-ാമത്തെ വായന വാസ് ഓൾ അബൌട്ട് എ പ്രോമിസ്, വാഗ്ദാനം. 2-ാമത്തെ വായനയിൽ വിശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ. അതായത് ആ വാഗ്ദാനത്തെ സ്വീകരിക്കാൻ നമ്മൾ കടന്നു പോകേണ്ട ഒരു വിശുദ്ധീകരണത്തിൻ്റെ, പ്യൂരിഫിക്കേഷൻ്റെ അനുഭവത്തെക്കുറിച്ച്. ഇനി നമുക്ക് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം ക്ലാസിക്കലാണെന്ന് നമുക്കറിയാം. ലിറ്റനി ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കാം. വിശ്വാസത്തിന് ലുത്തീനിയ ആലപിക്കുകയാണ് അവിടെ ഹെബ്രായ ലേഖകൻ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ആബേല്, ഏനോക്ക്, നോവ, അബ്രാഹം, സാറ, വിശ്വാസത്തിൻ്റെ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെ ഏറ്റുപറഞ്ഞ് അവർ പ്രത്യാശിച്ചത്, കാണാത്ത ഒന്നിലേക്ക് അവരുടെ നോട്ടം പോയത്, കർത്താവ് വാഗ്ദാനം ചെയ്ത ഒന്നിലേക്ക് കണ്ണും നട്ട് കാണാത്തതിനെ പ്രത്യാശിച്ച ഇവരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഹെബ്രായ ലേഖകൻ. ഈ വാഗ്ദാന പൂർത്തീകരണത്തിലേക്ക് കാത്തിരിപ്പിൻ്റെ കാലത്തിലൂടെ നമ്മളെ ഒരുക്കുകയാണ് ഹെബ്രായ ലേഖകൻ. വെയിറ്റ്, കാത്തിരിക്കുക. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ ഈ പ്രത്യേകിച്ച് ഈ കാലത്ത്, ഈ അഡ്വൻറ്റിൻ്റെ ഈ ക്രിസ്മസ് ഒരുക്ക കാലത്ത് നമ്മൾ ഓർത്തേക്കണം, വി സ്റ്റാൻഡ് ബിറ്റ്വീൻ ടു കമ്മിങ്സ്. രണ്ട് വരവുകളുടെ മധ്യേ ജീവിക്കുന്നവരാണ് നമ്മൾ, സഭ, ക്രിസ്ത്യാനികൾ. ഏതാത്? ഒന്ന് മിശിഹായുടെ വരവിൻ്റെയും 2 അവൻ്റെ രണ്ടാം വരവിൻ്റെയും മധ്യേ ജീവിക്കുന്നവരാണ്. വി സ്റ്റാൻഡ് ബിറ്റ്വീൻ 2 കമ്മിങ്സ് ഓഫ് മെസയ.
വൺ ഈസ് ഹിസ് ബർത്ത് ഓൺ എർത്ത്, സെക്കൻഡ് വൺ ഈസ് ഹിസ് സെക്കൻഡ് കമ്മിങ്, അവൻ്റെ രണ്ടാം വരവിനെ. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, അവൻ്റെ വരവിനെ ആഘോഷിക്കുമ്പോൾ, അവൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്നുണ്ടെന്നുകൂടി ഓർത്തേക്കണമെന്ന്. അപ്പോൾ ഇത് കാത്തിരിപ്പാണ് ഹെബ്രായ ലേഖകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാണാത്ത ഒന്നിനെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. ആ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ സക്കറിയ പുരോഹിതന് ദേവാലയത്തിൽ ലഭിക്കുന്ന അരുളപ്പാടാണ്. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ പാസേജ് ഡീറ്റെയിൽഡായിട്ട് വ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത്രയുണ്ട്, അതായത് നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വർഗം സംസാരിച്ചു തുടങ്ങുകയാണ്. പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ സക്കറിയ പ്രവാചകനോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുന്നു എന്നത് നമ്മൾ ഓർക്കണം. അത് കുറേ കാലത്തിൻ്റെ മൗനത്തിന് ശേഷം സ്വർഗം ചരിത്രത്തിലേക്ക് ഇടപെട്ട് തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ഭൂമിയെ തേടിയെത്തുകയാണ്. അപ്പോൾ വാഗ്ദാനത്തിൻ്റെ ഒരു കാലം, ആ വാഗ്ദാനം സ്വീകരിക്കാൻ വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലം, ആ വിശുദ്ധീകരണത്തോട് ചേർന്ന് ഹെബ്രായ ലേഖകൻ പറയുന്ന കാത്തിരിപ്പിൻ്റെ പ്രത്യാശയുടെ ഒരു കാലം. അത് കഴിയുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ നിശബ്ദതയെ ഭേദിച്ച് ദൈവം സംസാരിക്കുന്ന, ക്രിസ്മസിൻ്റെ ഉഷകാലം ആരംഭിക്കുന്ന, ദ ഡോൺ ഓഫ് ക്രിസ്മസ്, സ്നാപക യോഹന്നാൻ്റെ കുറിച്ചുള്ള അറിയിപ്പ്, ക്രിസ്മസിൻ്റെ ഡോൺ ആരംഭിക്കുകയാണ്. ക്രിസ്മസിൻ്റെ പുലരി, പ്രഭാതം ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവം സംസാരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ 4 വായനകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും വാഗ്ദാനങ്ങൾ കർത്താവ് നമുക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നെയും റീനെയും ചെയ്ത് ഒരു പുതിയ ഐഡൻറ്റിറ്റി, ഒരു പുതിയ നേച്ചർ, ഒരു പുതിയ ഫാമിലിയുടെ ഭാഗമാക്കി, തിരുസഭയുടെ ഭാഗമാക്കി നിന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി കടന്നു പോകേണ്ടത് ഒരു പ്യൂരിഫിക്കേഷൻ്റെ കാലമാണ്. ഈ നോമ്പ് കാലം ഒരു പ്രിപ്പറേഷൻ്റെ, പ്യൂരിഫിക്കേഷൻ്റെ കാലമാക്കി മനസ്സിലാക്കുക. ചില ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ, ആ കാത്തിരിപ്പിൻ്റെ കാലമാക്കി ഇതിനെ മാറ്റാം നമുക്ക്. അതിൻ്റെ ഒടുക്കം പ്രഭാതം പൊട്ടിവിടരും. ഈ കാത്തിരിപ്പിൻ്റെ ഒടുക്കം സ്വർഗം സംസാരിക്കും. എത്ര കാലം സ്വർഗത്തിന് നമ്മുടെ അർത്ഥനകളുടെ നേരെ മൗനം പാലിക്കാൻ കഴിയും? ആ മൗനത്തെ ഭേദിച്ച് കർത്താവ് സംസാരിക്കുന്ന ക്രിസ്മസിൻ്റെ അനുഭവം, ക്രിസ്മസിൻ്റെ ആരംഭം കുറിക്കുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ഈ ഒരുക്കത്തിൻ്റെ കാലത്ത് നിൻ്റെ പിറവിയെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും നിൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുകയും ചെയ്യുന്ന നിൻ്റെ മക്കൾ തിരുമുമ്പാകെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങളുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.